വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് ഫിറത്താൻ പോകുന്നത്? KR മാർക്കറ്റ്. അതെ, ഇന്ന് നമ്മൾ മാർക്കറ്റിൽ പോവാണ്. കാരണം നമുക്ക് അതെന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എന്താവശ്യത്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ അടുത്ത് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ. ബാക്കി നമുക്ക് പോണ വഴിക്ക് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ആക്ച്വലി ഒരു 10 മിനിറ്റേ ഉള്ളൂ മാർക്കറ്റിലേക്ക്. പക്ഷേ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ഇത് കുറേ ദൂരമുള്ള പോലെ നമുക്ക് നമ്മൾ വന്നിരിക്കുന്നത് ചിക്പേട്ടിൽ ധനലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ നമ്മൾ റീറ്റെയിലിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് ആക്ച്വലി നമ്മൾ വരുന്നത്. ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് കോട്ടൺ മെറ്റീരിയൽസ് കിട്ടുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ക്ലോത്തിങ് ഒരു സ്റ്റോർ പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യൂട്യൂബ് ചാനലിൽ കണ്ട പോലൊന്നും അല്ല ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും. ഓക്കെ, എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ഒരു കടയിൽ വന്നു. ഇതിൻ്റെ പേരിന് ധനലക്ഷ്മിയോ? ധനലക്ഷ്മി എന്ന് പറഞ്ഞൊരു കടയിലാണ് നമ്മൾ വന്നത്. ആ ഫിനത്താഹ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഈ കുട്ടി. പക്ഷേ എന്ത് ചെയ്യാനാ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മിഷൻ നമ്മൾ ഫെയിൽഡായി. അപ്പോൾ നമുക്കിനി ഇവിടെ അപ്പുറത്തൊരു കടയുണ്ട്, നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ കഴിക്കുന്ന ഒരു കട. അപ്പോൾ നമ്മൾ ആ അവിടെ പോയി ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും. നമ്മൾ വേറൊരു കടയിലും കയറി. അവിടെ നമുക്ക് പരാജയം മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് ഞങ്ങൾ എപ്പോഴും ജ്യൂസ് കുടിക്കുന്ന ഒരു കട. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു UD എന്ന് പറഞ്ഞൊരു കട. ആ കടയിലാണ് ഞങ്ങൾ സാധാരണ, അതെ, ഇവിടെ തെണ്ടാൻ വരുമ്പോൾ സാധാരണ ഞങ്ങൾ ഇവിടുന്നാണ് കഴിക്കാറുള്ളത്. ഈ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് അറിയത്തില്ല കേട്ടോ. കടയിലാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈ കടയിൽ നിന്നാണ് സാധന സാമഗ്രികൾ വാങ്ങിക്കുന്നത്. ഹായ് അഫീനത്താഹ. ഹലോ ജൂബി. എന്ത് പറ്റി? മെറ്റീരിയൽ കിട്ടാത്തതിൻ്റെ സങ്കടമാണോ? കോൾഡ്. പൈനാപ്പിൾ ഐസ് പോട്. വാട്ടർമെലൺ ഐസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്പേട്ടിലെ പരിപാടികളൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ജയനഗറിൽ പോവാണ്. ജയനഗർ 4th ബ്ലോക്കിൽ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെയും കൂടെ കുറച്ച് മെറ്റീരിയൽസോ ടോപ്പോ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ഫൈനലി വി റീച്ച്ഡ്. എവിടെയാണ് അഫീന? ജയനഗർ 4th ബ്ലോക്കിലാണ് നമ്മളിപ്പം കറങ്ങുന്നത്. അതെ, അപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ജയനഗറിലൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒരു ഏരിയ ഉണ്ട്. അത് അത്യാവശ്യം അതെ പ്ലാൻ 8 നില പൊട്ടിയ സ്ഥിതി. അതെ, പ്ലാൻ ബിയിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇവിടെ വന്നു എന്തെങ്കിലും ഒരു ക്ലബ്ബിലാണ്. ഇതെങ്ങോട്ടാ പോണേ? പുരാതനമായ ഒരു ടെമ്പിൾ ആണെന്നാണ് നമ്മളുടെ ഒരു നിഗമനം. അതെ, നമുക്ക് ഉറപ്പില്ല എന്ത് ടെമ്പിളാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഇവിടെ എവിടെ നോക്കിയാലും ടെമ്പിൾസ് ആണ്. ഇൻഡോർ കളക്ഷൻസ് ഗൈസ്, നിങ്ങളവിടെ കാണുന്നുണ്ടോ? ഇൻഡോർ. ഇതൊക്കെ മിക്കവാറും മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ഇടേണ്ട വരും തോന്നുന്നു. ഇടേണ്ടേ വരത്തില്ല, അപ്പോഴാണ് വോയിസ് ഓവർ. ഞാനിടും.
ഇത് കാണിക്കടി, ഇത് നല്ല ഭംഗിയുണ്ട് ഗായ്സ്. ഇത് കണ്ടോ, നമ്മൾ മാങ്ങ നല്ല അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് മാങ്ങയായിരിക്കും? മൂവാണ്ടനാണോ? അല്ല, പക്ഷെ എല്ലാം ഭയങ്കര അടുക്കി വെച്ചേക്കുന്നു. ഭയങ്കര നല്ല ഒരു സ്ഥലം. പക്ഷേ ഇവിടെ നമ്മൾ കുറേ തവണ ജയനഗർ വന്നിട്ടുണ്ടല്ലേ, പക്ഷെ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഗൈസ്, നമ്മൾ നമ്മളുടെ നടക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ മാറ്റി. നമ്മൾ നടന്നാൽ എത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താ പിന്നെ വണ്ടിയിൽ കയറി. അതെ, എന്നടി കൊള്ളാം ഗൈസ്. സ്റ്റുഡിയോ കൊള്ളാം, എടുത്തോ. ഇത് നിവർത്തിക്ക്. ഇതും കൊള്ളാം. ഇതും ആ സെയിം ആണോ? ಚೂಸ್ ಮಾಡಿ ಎಲ್ಲೋ ಇದೆ ಕೊಡ್ಲಾ ಮೇಡಮ್? ಎಲ್ಲೋ ഇതെന്റെ മറ്റേ ഡ്രസ്സിന്റെ ഇവിടെ ഒരുപാടുണ്ട്. ഞങ്ങളുടെ HR ഞങ്ങളെ ചതിച്ചത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഇത് അത്ര ഷോർട്ടടി. ഷോർട്ടാ അല്ല ഷോർട്ടല്ല. ഷോർട്ടാ. ഇത് കുറേ ഉണ്ട് ഗൈസ് ഇവിടെ. നിങ്ങൾ വന്ന് ചെക്ക് ಮಾಡಿ. വേണ്ട. ഇത് ಎಷ್ಟು? 150. അത്രേ ഉള്ളൂ. 150. കൊള്ളാം. കാമ ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് ജയനഗറിൻ്റെ ഒരു തെരുവോരങ്ങൾ. നമ്മളിപ്പോൾ ജയനഗർ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കൊരു ചെരുപ്പ് കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് മേഘന ബിരിയാണി പോവാമെന്നാണ് നമ്മളുടെ ഒരു പ്ലാൻ. പിന്നെ ഷോർട്ട് കുർത്തി എത്രയാണെന്ന് ചോദിച്ചേ? 100 രൂപയാണ് മേടിക്കാം. എല്ലാം 250 അടി. സഫീനത്താഹ 100 രൂപയ്ക്ക് ഒരു ചെരുപ്പ് മേടിച്ചു. പക്ഷെ അതവ മുഴുവൻ ഒട്ടിച്ചൊട്ടിച്ചാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഷോപ്പിംഗ് എല്ലാം തീർന്നു. നമ്മൾ തിരിച്ച് നമ്മളുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എനിക്ക് ഓൾറെഡി ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. ബൈ ഗൈസ്.